വ്യത്യാസമുണ്ട് നമ്മുടെ ടയർ ഇതുമായിട്ട്. ഞാനൊരു 100% തന്നെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാര്യം ഇപ്പൊ വരെയുള്ള കാര്യങ്ങൾ ബാക്കി ഇനിയിപ്പോ നല്ല അടിപൊളി ടയറായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കി എന്തെങ്കിലും സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ടയറിനെ കുറിച്ച് എന്താ പറയുന്നത്? ഓൾമോസ്റ്റ് ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. മാത്രമല്ല ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞില്ലെങ്കിൽ ഇത് സെക്കൻഡ് ആണെന്ന് വേറൊരാൾ അറിയേയില്ല. ആ രീതിയിലുള്ള ഓക്കെ അല്ലേ? എഫ്.എം. റൈഡ്സിലേക്ക് സ്വാഗതം. നമ്മൾ അടിപൊളി ടയറുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡള്ളപ്പിന്റെ നല്ല സൂപ്പർ ടയർ. ടയറിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, വേണേ അവരോട് ചോദിച്ചാൽ മതി. അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താ വേണ്ടത്. എവിടുന്നാണ് വരുന്നത്? എൻ്റെ വീട് കോട്ടയത്തായിട്ട്. കോട്ടയത്ത് നിന്ന്. അതെ. ഇവിടെ വരാനുള്ള കാരണം എന്താണ്? ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ആഡ് കണ്ടു. ഞാൻ അപ്പൊ തന്നെ നിങ്ങളെ വിളിച്ചു. രാത്രി വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ മോർണിംഗ് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പോര്, വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്നാ പറഞ്ഞത്. അത് ഇതുവരെയുള്ള എല്ലാം ശരിയല്ലേ? എല്ലാം അടിപൊളി. ടയർ ഇതുവരെ എല്ലാം അടിപൊളി. ടയർ എങ്ങനെയുണ്ട്? ടയർ അത്യാവശ്യം. നിങ്ങളുടെ അനുഭവത്തിൽ ഇവിടുത്തെ പണിയെ കുറിച്ച് എങ്ങനെയുണ്ട്? ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ്ഡ് ടയർസ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്ര ഒരു പെർഫെക്ഷൻ ഉള്ള യൂസ്ഡ് ടയർ ഇതേവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ബാക്കി എന്താണെന്ന് അറിയില്ല, ബാക്കി ഓടിച്ചു നോക്കിയിട്ട് ത്രെഡാണ്. അതെ അതെ, ഇത് നമ്മൾ ചെയ്യാവുന്ന വലിയ ടയർ ചെയ്തു തരും. ഇതിപ്പോ ഞങ്ങൾ പറയാതെ ഇതിപ്പോ യൂസ്ഡ് ആണെന്ന് അറിയത്തുമില്ല. അത് വേറെ ഒറ്റ കമ്പനി, ഒറ്റ ടയർ, ഒറ്റ ഡേറ്റ്, ഒറ്റ ഇത്. അതുപോലെ പറയണല്ലേ, ഇതിന്റെ 3 ടയർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടയർ ബ്രിഡ്സ്റ്റോൺ ആയിരുന്നു. അപ്പോഴത്തേക്ക് മൂപ്പരെടുത്ത് ഞാൻ പറഞ്ഞു, പുള്ളി 4 വട്ടം മേളിൽ പോയിട്ടാണ് ആ ടയർ എടുത്തോണ്ട് പോകുന്നത്. നമ്മൾ ഒരാൾക്ക് അന്യ ദൂരത്തിൽ ഡെഡിക്കേഷൻ നമുക്ക് അതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്റെ ആ ഒരു കെയർ ഓഫിലുള്ള എല്ലാം ഇങ്ങോട്ട് തന്നെ വരും. നമുക്ക് എത്ര വണ്ടിയുണ്ട്? എനിക്ക് മൊത്തം 2 വണ്ടിയുണ്ട്. 2 വണ്ടി. അതെ, തീർച്ചയായും. ഇത്രയും നാളുകൊണ്ട് മറ്റുള്ളിടത്തൊക്കെ പോയിട്ടിട്ടുണ്ടാവും. അതെ. ഇപ്പൊ അന്നിട്ടതിലും ഇന്നിട്ടതിലുള്ള വ്യത്യാസം എത്രത്തോളം വ്യത്യാസമുണ്ട് നമ്മുടെ ടയർ ഇതുമായിട്ട്? ഞാനൊരു 100% തന്നെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാര്യം ഇപ്പൊ വരെയുള്ള കാര്യങ്ങൾ ബാക്കി ഇനിയിപ്പോ നമുക്ക് അതിന്റെ ടയർ ലൈഫിന്റെ കാര്യങ്ങൾ വേറെ ഒന്നും എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പല കാര്യങ്ങളും ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ പറയാം. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും എനിക്ക് വന്നാൽ മതി. എല്ലാ നാളെ എന്നൊരു വർത്താനം ഇല്ല. അതെ അതെ. മാത്രമല്ല ഞാനിവിടെ വന്നപ്പോൾ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. എന്നാലും മാക്സിമം നേരത്തെ തന്നെ നമ്മളെ സെറ്റിൽ ചെയ്ത് വിടാൻ വേണ്ടി വണ്ടി പോയി. ഈ വണ്ടിക്ക് നമ്മൾ സമയം ബാലൻസ് ചെയ്യുന്ന മിഷൻ മാത്രമല്ല വളരെ റീസണബിൾ ആയിട്ടുള്ള ആ ഒരു റേറ്റിനാണ് എനിക്കിത് കിട്ടിയത്. സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും. അതിന്റെ കൂടെ അലൈൻമെന്റ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം വ്യത്യാസമാണ് നമുക്കുള്ളത്. ശരി. എന്നാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത്. നോക്കിയോ, ഈ ടയറൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ 285 ആണ്. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ 285 ഒരു ലോക്കൽ ടയർ പോലും വേണമെങ്കിൽ എറണാകുളം ഭാഗത്ത് മിനിമം ഒരു 4000 രൂപ കൊടുക്കും. 5000 6000 ഇതൊന്നുമില്ല. ഒരു നൈസ് സാധനം നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കൂടുതൽ ഓടുക, കൂടുതൽ ആള് വരിക, ലാഭം കുറയുക, കൂടുതൽ വണ്ടി വരിക. അപ്പൊ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, കൂടുതൽ പരിചയങ്ങളുണ്ടാവും. നിങ്ങൾ ഒറ്റ പ്രാവശ്യം എന്നെ കണ്ടിട്ടുള്ളൂ. രാവിലെ ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് കോൾ നിങ്ങളുടെ ഞാൻ വിളിച്ച്